ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ എന്ന പാഠഭാഗത്തിലെ 1ാമത്തെ പാർട്ടാണ്. നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ ആദ്യം ഒന്ന് ഓർക്കാം. അതിനുശേഷം നമ്മുടെ 10ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ നമുക്ക് നോക്കാം. 9ാം ക്ലാസ്സിൽ നമുക്ക് പി ഓഫ് എക്സ് ഈക്വൽ ടു 2x + 1, പി ഓഫ് എക്സ് ഈക്വൽ ടു x - 1, പി ഓഫ് എക്സ് ഈക്വൽ ടു x + 1 ഇങ്ങനെ കുറേ പോളിനോമിയൽസ് അഥവാ ബഹുപദങ്ങളെ പറ്റി കേട്ടു. അതിന്റെ ചിത്രം എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അതായത് എക്സിന് ഓരോ വിലകൾ ഇട്ട് കൊടുക്കുക, അപ്പോൾ കിട്ടുന്ന പി ഓഫ് എക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ എക്സിന്റെയും പി ഓഫ് എക്സിന്റെയും വിലകൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഇങ്ങനെ ഓർക്കുന്നുണ്ടോ? എക്സിന് ആദ്യം 0 ഇട്ട് കൊടുക്കാം. 0 ഇടുമ്പോൾ 2 × 0 0 0 + 1 1 വന്നു. ഇനി എക്സിന് 1 ഇട്ട് കൊടുത്താലോ? 2 × 1 2 2 + 1 3 വന്നു. ഇനി എക്സിന് -1 ഇട്ട് കൊടുത്താലോ? -1 2 × -1 എന്ന് പറയുന്നത് -2 ആണ്. -2 + 1 എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ 3 വിലകൾ മതി നമുക്ക് അതിൻ്റെ ചിത്രം വരയ്ക്കാനായിട്ട്. ഇവിടെ ഇതാണ് വിലങ്ങനെയുള്ള വര അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻ. ഇതാണ് കുത്തനെയുള്ള വര അഥവാ വേർട്ടിക്കൽ ലൈൻ. ഇനി നമ്മൾ ഈ വിലങ്ങനെയുള്ള വരയിൽ അഥവാ ഹൊറിസോണ്ടൽ ലൈനിലാണ് എക്സിന്റെ വിലകൾ കൊടുക്കുന്നത്. ഈ കുത്തനെയുള്ള അഥവാ വേർട്ടിക്കൽ ലൈനിലാണ് നമ്മൾ പി ഓഫ് എക്സിന്റെ വിലകൾ കൊടുക്കുന്നത്. ഇനി എക്സിന്റെ വിലകൾ ഇവിടെ നടുക്കൂടെ പോകുന്നത് കൂട്ടിമുട്ടി പോകുന്നത് 0 അപ്പോൾ നമുക്ക് ഒരേ അകലത്തിൽ ബിന്ദുക്കൾ അടയാളപ്പെടുത്തണം. വലത്തോട്ട് പോസിറ്റീവ് നമ്പേഴ്സ്, ഇടത്തോട്ട് നെഗറ്റീവ് നമ്പേഴ്സുമാണ്. മുകളിലോട്ട് പോസിറ്റീവ് നമ്പേഴ്സ് ഒരേ അകലത്തിൽ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കണം. താഴോട്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആണ് കൊടുക്കേണ്ടത്. ഇനി ആദ്യത്തെ വില അതായത് എക്സിന് -1 കൊടുത്തപ്പോൾ പി ഓഫ് എക്സ് -1. എക്സിന്റെ വില ഈ വിലങ്ങനെ കിടക്കുന്ന ഹൊറിസോണ്ടൽ ലൈനിലാണ്. എക്സിന് -1 കൊടുത്തപ്പം പി ഓഫ് എക്സും -1 ആണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ വരച്ചത്? എക്സിൽ നിന്ന് പി ഓഫ് എക്സ് താഴെയാണ് ഇരിക്കുന്നത് അല്ലെ. പി ഓഫ് എക്സിന്റെ വില താഴെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എക്സിന്റെ വിലയിൽ നിന്ന് നേരെ താഴോട്ട് സ്കെയിൽ ഉപയോഗിച്ച് -1 വരെ അടയാളപ്പെടുത്തണം. -1 വരെ അടയാളപ്പെടുത്തുക. അതായത് ഈ പോയിന്റ് ആണ് എന്ത്? -1 -1. രണ്ടാമത് 0 1. എക്സിന് 0 കൊടുത്തപ്പം പി ഓഫ് എക്സ് 1. എക്സിന് 0 കൊടുത്തപ്പോൾ അതായത് വിലങ്ങനെ ഉള്ളതിൽ 0, കുത്തനെ ഉള്ളതിൽ 1. അതായത് ഈ പോയിന്റ് അവിടെ 0ത്തിൽ നിന്ന് മുകളിലേക്ക് ഈ പോയിന്റ് ആണല്ലോ. ഇനി എക്സിന് 1 കൊടുത്തപ്പോൾ പി ഓഫ് എക്സ് 1. എക്സിന് 1 എടുക്കുക, വിലങ്ങനെ ഉള്ളതിൽ 1, കുത്തനെ ഉള്ളതിൽ 3. അപ്പോൾ ആ 1ൽ നിന്ന് 3 വരെ 3 ഉയരം നോക്കുക. അപ്പോൾ ഉള്ള ബിന്ദു അടയാളപ്പെടുത്തുക. എന്നിട്ട് ഈ 3 ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിച്ചാൽ മതി. ഇതാണ് പി ഓഫ് എക്സ് ഈക്വൽ ടു 2x + 1ന്റെ ചിത്രം അഥവാ ഗ്രാഫ്. ഇതൊക്കെ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോകുന്നത് ഇങ്ങനെ ഏത് ബിന്ദുവിനെയും, അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ ബിന്ദുവിനെ നമുക്ക് -1 -1 എന്ന് എഴുതാം. രണ്ടാമത്തെ ബിന്ദുവിനെ 0 1, മൂന്നാമത്തെ പോയിന്റ് 1 3 ഇങ്ങനെ എഴുതാം. ഇങ്ങനെ ഏത് പോയിന്റ് കിട്ടിയാലും അതിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് കിടക്കുന്ന വിലങ്ങനെയുള്ള ആ വരയെ എക്സ് ആക്സിസ് എന്ന് പറയും. ഈ കുത്തനെയുള്ള വരയെ y ആക്സിസ് എന്ന് പറയും. അപ്പൊ ഈ 2 ആക്സിസുകളെയും കൂടെ കൂട്ടി അപ്പൊ ഇതിനെ ആക്സിസ് ഓഫ് കോർഡിനേറ്റ്സ് എന്ന് പറയും. ഈ സംഖ്യകളെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകൾ. ഇതിൽ ആദ്യം എഴുതുന്ന സംഖ്യ എക്സിന്റെ വിലയായിരിക്കും. രണ്ടാമത് എഴുതുന്നത് വൈയുടെ വിലയായിരിക്കും. അപ്പൊ ഏത് സംഖ്യ തന്നാലും ഇതുപോലെ സൂചക സംഖ്യ ആയിട്ട് തന്നാലും ആദ്യത്തത് എക്സ് ആക്സിസിലും എടുക്കണം, രണ്ടാമത്തത് വൈ ആക്സിസിലേക്ക് എന്തുമാത്രം ഉയരത്തിലാണെന്ന്, ആ ബിന്ദുവിൽ നിന്ന് എന്തുമാത്രം ഉയരത്തിലാണെന്ന് നോക്കണം. ഇനി ഈ രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ, അതിന്റെ സൂചക സംഖ്യകൾ എപ്പോഴും 0 0 ആയിരിക്കും, 0 0 ആയിരിക്കും. അതിന് ആധാര ബിന്ദു
അഥവാ ഒറിജിൻ എന്ന് പറയും. ആധാര ബിന്ദു അഥവാ ഒറിജിൻ. അപ്പൊ ഈ കാര്യങ്ങൾ, ഈ പേരുകളൊക്കെ ഓർത്തിരിക്കുക. ഇനി ഓരോ സൂചക സംഖ്യകളും അഥവാ കോർഡിനേറ്റ്സും ആ ബിന്ദുവിന്റെ, ആ പോയിന്റിന്റെ പൊസിഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ഇതെന്ന് പറയുന്നത് ഈ -1 എന്ന പോയിന്റിന്റെ പൊസിഷനാണ്. 0 1 എന്ന് പറയുമ്പോൾ ഇത് അതിന്റെ പൊസിഷനാണ്. 1 3 എന്ന് പറയുമ്പോൾ ഇത് അതിന്റെ പൊസിഷനാണ്. ആ പൊസിഷൻ എല്ലാം കൂടെ ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഗ്രാഫ് കിട്ടുന്നത്. ഇനി ഇതിലെ ഒന്നാമത്തെ സംഖ്യ, ഈ ഒരു പോയിന്റ് ഇപ്പൊ 0 1 അല്ലെങ്കിൽ -1 അല്ലെ 1 3, അതിൽ ആദ്യം എഴുതിയിരിക്കുന്ന സംഖ്യ എക്സ് കോർഡിനേറ്റ് എന്ന് പറയും. അപ്പൊ എക്സ് കോർഡിനേറ്റ് ആണ് ആദ്യം എഴുതേണ്ടത്. രണ്ടാമത് വൈ കോർഡിനേറ്റ് ആണ് എഴുതേണ്ടത്. ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. അതായത് ആദ്യത്തത് എക്സ് സൂചക സംഖ്യ, രണ്ടാമത്തത് വൈ സൂചക സംഖ്യ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായാലും നമുക്ക് എക്സസൈസ് ചെയ്യാം. പേജ് നമ്പർ 135 ചോദ്യം ചെയ്യാം. അല്ല, ഒന്നാമത്തെ ചോദ്യം ചുവടെ പറയുന്നവ കണ്ടുപിടിക്കുക. അതായത് അതിലെ ഒന്നാമത്തെ പാർട്ട്, എക്സ് അക്ഷത്തിലെ ഏത് ബിന്ദുവിന്റെയും വൈ സൂചക സംഖ്യ എത്രയാണ്? എക്സ് ആക്സിസിലെ ഏത് പോയിന്റിന്റെയും വൈ കോർഡിനേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എക്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ ഓർക്കുന്നുണ്ടല്ലോ, ഒന്നും കൂടെ വരച്ച് കാണിക്കാം. വിലങ്ങനെയുള്ള അഥവാ ഹൊറിസോണ്ടൽ ലൈനാണ് എക്സ് ആക്സിസ്, കുത്തനെയുള്ള അഥവാ വെർട്ടിക്കൽ ലൈനാണ് വൈ ആക്സിസ്. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് 1 2, അപ്പൊ ഇത് 2. ഇതിന്റെ ഈ രണ്ടിന്റെ വൈ കോർഡിനേറ്റ് എത്രയാണ്? എക്സ് ആക്സിസ് അല്ല കിടക്കുന്നത്, മാത്രം ഈ പോയിന്റ് കിടക്കുന്നത് എക്സ് ആക്സിസിലായതുകൊണ്ട്, എക്സ് അക്ഷത്തിലായതുകൊണ്ട് അതിന് വൈയുടെ വിലയുണ്ടോ? ഇല്ല. അപ്പൊ വൈ സൂചക സംഖ്യ അഥവാ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0 ആണ്. ഒന്നാമത്തെ ആൻസർ കിട്ടിയല്ലോ. ഇനി രണ്ടാമത്തെ ചോദ്യം, വൈ അക്ഷത്തിലെ ഏത് ബിന്ദുവിന്റെയും എക്സ് സൂചക സംഖ്യ. അപ്പൊ വൈ അക്ഷത്തിലെ ഒരു പോയിന്റ് എടുക്കുക, ഇവിടെ 1 എന്ന് എടുക്കുക. അതിന് എക്സിന് വിലയുണ്ടോ? ഇല്ല, അല്ലെ? 0യ്ക്ക് മുകളിലാണ് കിടക്കുന്നത്. അപ്പോൾ എന്താ, അവിടെ വൈ അക്ഷത്തിലെ ഏത് പോയിന്റിന്റെയും എക്സ് കോർഡിനേറ്റും 0 ആണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ പാർട്ട്, ആധാര ബിന്ദുവിന്റെ സൂചക സംഖ്യ, അതായത് ഒറിജിന്റെ സൂചക സംഖ്യ, ഒറിജിന്റെ കോർഡിനേറ്റ്സ്. 0 0 ആണല്ലോ ഒറിജിന്റെ കോർഡിനേറ്റ്സ്, 0 0. ഇനി നാലാമത്തെ പാർട്ട്, 0 1 എന്ന ബിന്ദുവിലൂടെ എക്സ് അക്ഷത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വരയിലെ ഏത് ബിന്ദുവിന്റെയും വൈ സൂചക സംഖ്യ. ആദ്യം നമുക്ക് 0 1 എവിടാന്ന് നോക്കാം. 0 1 എന്ന് പറയുമ്പം എക്സിന്റെ വാല്യൂ 0 ആണ്, വൈയുടെ വാല്യൂ ആണ് 1, അല്ലെ? അപ്പൊ അത് എവിടെ കിടക്കും? ആദ്യം നമുക്ക് എക്സിന്റെ വിലയാണ് എഴുതേണ്ടത്. ആദ്യത്തത് എക്സിന്റെ വിലയാണ്. അപ്പൊ ഇതല്ലേ 0 1, അല്ലെ? ഇനി നമുക്ക് വരയ്ക്കേണ്ടത് എന്താ? എക്സ് ആക്സിസിന് പാരലായിട്ട് 0 1 കൂടെ ഒരു ലൈൻ വരയ്ക്കണം. ഇതെല്ലാം എക്സ് ആക്സിസിന് പാരലായിട്ടുള്ള ലൈൻ, അല്ലെ? 0 1 കൂടെ പാസ് ചെയ്യുന്നുണ്ടല്ലോ. ഇനി ഇതിനകത്ത് ഏത് പോയിന്റ് വേണേലും എടുത്തോ, ഇവിടെയോ എവിടെ വേണേലും ഏത് പോയിന്റ് വേണേലും എടുത്തോ, അതിന്റെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? ഉടനെ വൈ ആക്സിസ് അല്ല ഏത് പോയിന്റിൽ കൂടെയാ കടന്നു പോകുന്നത് നോക്കിയാൽ മതി. അത് ഇതിന് പാരലലും ആണല്ലോ, സമാന്തരവുമാണല്ലോ. അപ്പൊ വൈ കോർഡിനേറ്റ് എപ്പോഴും, ഇപ്പൊ ഈ പോയിന്റ് എടുത്ത് നോക്ക്, ഇത് 2ന് നേരെയാണ് കിടക്കുന്നത്, അല്ലെ? 2ന്റെ മുകളിലാണ്. അപ്പൊ 2 1 അല്ലേ? അപ്പൊ ഇവിടെ 0 1 വന്നു. ഇനി ഇവിടെ എടുക്കുകയാണെങ്കിൽ 1 1 വരും. ഇനി ഇവിടെ എടുക്കുകയാണെങ്കിൽ -1 1 വരും. അപ്പോൾ ഏതിൻ്റെയും വൈ കോർഡിനേറ്റ്, ആ സ്ട്രെയിറ്റ് ലൈനിലെ വൈ കോർഡിനേറ്റ് 1 ആണ്. ഇനി അഞ്ചാമത്തെ ചോദ്യം, 1 0 എന്ന പോയിന്റ് എടുക്കുക. അതിലൂടെ വൈ ആക്സിസിന് പാരലായിട്ട് വരയ്ക്കണം. 1 0 എന്ന് പറയുന്നത് ഇതാണല്ലോ, ഈ റെഡ് കുത്താണല്ലോ 1 0. അതിൽ കൂടെ വൈ ആക്സിസിന് പാരലായിട്ട് വരയ്ക്കണം. അപ്പൊ ഇതല്ലേ ആ സ്ട്രെയിറ്റ് ലൈൻ. ഇനി ഇതിലുള്ള ഏത് പോയിന്റും എടുത്ത് നോക്കിക്കോ, അതിന്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? എക്സിലെ വില എന്താ? 1 അല്ലേ? അപ്പൊ ഇവിടെ എടുത്താല് 1 1 വന്നു. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ഇത് 1 1 വന്നു. ഇനി ഇങ്ങോട്ട് വരുമ്പോ
1 2. ആദ്യം എക്സിന്റെ വില പിന്നെ വൈയുടെ വില. ഇവിടെ എടുത്താലോ ആദ്യം എക്സിന്റെ വില 1, വൈയുടെ വില 3 ആണ് അല്ലെ. അപ്പോൾ ഏത് എടുത്ത് നോക്കിയാലും എക്സ് കോർഡിനേറ്റ്, എക്സ് സൂചക സംഖ്യ എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. ആ ചോദ്യം മനസ്സിലായല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. ക്വസ്റ്റ്യനിൽ ഫിഗർ ഉണ്ട്. ആ ഫിഗറിനകത്ത് ഒരു റെക്റ്റാങ്കിൾ ആണ് കാണാൻ സാധിക്കുന്നത്. അതിന്റെ ഒരു കോർണർ, ഒരു മൂലയിലെ സൂചക സംഖ്യ തന്നിട്ടുണ്ട് 4 3. പിന്നെ അതിന്റെ നേരെ എതിരെ കിടക്കുന്നത്, അതായത് ഇതൊരു കോർണറാണല്ലോ ചതുരത്തിന്റെ, അപ്പൊ ഇതിന്റെ ആധാര ബിന്ദു ആണല്ലോ 0 0 ആണ്. ഇതിന്റെ ബാക്കി 3 മൂലകളുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഇത് നേരെ താഴോട്ട് വരുമ്പോൾ, ഇതാണല്ലോ എക്സ് ആക്സിസ്, ആദ്യത്തെ വില എക്സിന്റെ വിലയാണ്. അപ്പൊ ഇത് നേരെ താഴോട്ട് വരുമ്പോൾ ഈ പോയിന്റ് എന്താണ്? 4 ആണ്. പിന്നെ എക്സ് ആക്സിസിൽ കിടക്കുമ്പോൾ ഈ സൂചക സംഖ്യ എന്താ വരത്തുള്ളൂ? വൈയുടെ വില എന്തായിരിക്കും? 0 ആയിരിക്കും. വൈ സൂചക സംഖ്യ 0 ആയിരിക്കും. ഇനി ഈ പോയിന്റിൽ നിന്ന് നേരെ ഇങ്ങോട്ട് നോക്കുമ്പോൾ വൈ ആണ് വരുന്നത്. അപ്പൊ വൈയുടെ വില എത്രയാണ്? 3 ആണ്. 3. വൈയുടെ വില നമ്മൾ വൈയുടെ വില ആദ്യമാണ് രണ്ടാമതാണ് എഴുതേണ്ടത്? രണ്ടാമതാണ് എഴുതേണ്ടത്. ആദ്യം എഴുതേണ്ടത് എക്സിന്റെ വില. അപ്പൊ ഇതിന് നേരെ താഴെ എക്സ് എത്രയാ? 0 അല്ലേ? 0 3. അപ്പൊ നമുക്ക് മറ്റു 3 കോർണേഴ്സിന്റെയും സൂചക സംഖ്യകൾ അഥവാ കോർഡിനേറ്റ്സ് കിട്ടിയല്ലോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ ചിത്രത്തിൽ ഒരു ചതുരം തന്നിട്ടുണ്ട്. ആ റെക്റ്റാങ്കിളിന്റെ സൈഡുകൾ ഈ എക്സ് ആക്സിസിനും വൈ ആക്സിസിനും പാരലാണ്, സമാന്തരമാണ്. ഈ 2 വശങ്ങള് എക്സ് അക്ഷത്തിന് സമാന്തരവും ഈ 2 വശങ്ങൾ വൈ അക്ഷത്തിന് സമാന്തരമാണ്. പിന്നെ ഒരു കോർണറിന്റെ, ഒരു മൂലയുടെ സൂചക സംഖ്യകൾ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് 3 2. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിനകത്ത് വികരണങ്ങൾ ഞാൻ വരച്ചു, ചിത്രത്തിലില്ല. വികരണങ്ങൾ കടന്നു പോകുന്നത് ആധാര ബിന്ദുവിൽ കൂടെയാണ്, അതായത് ഡയഗണൽസ് ഒറിജിനിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആധാര ബിന്ദു എന്താണെന്ന് അറിയുകയും ചെയ്യാം. 0 0 ആണെന്ന് അറിയാം. ഇനി ഇത് നോക്കിക്കേ, ഇത് 3 2 എന്ന പോയിന്റ് ആണ് ഈ കിടക്കുന്നത്. അപ്പൊ അത് എക്സ് ആക്സിസിലേക്ക് വരുമ്പോൾ എന്താവും? ഇത് 3 ആണ്. വൈ ആക്സിസിലേക്ക് വരുമ്പോൾ ഇത് 2 ആണ്. അതായത് അതിന്റെ അർത്ഥം എന്താ? ഈ ഇത്രയും ഭാഗം, ഈ മുകളിലത്തെ ഈ ചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം, അതായത് ഇത്രയും 3 സെന്റിമീറ്ററും ഈ ഉയരം 2 സെന്റിമീറ്ററും ആണ് എന്നാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. ഇത് ഇവിടെയാണെങ്കിലും ആണ്. ഇത് 4 സെന്റിമീറ്റർ, ഇത് 3 സെന്റിമീറ്റർ. എക്സ് അക്ഷത്തിലേക്കുള്ളത് എക്സിന്റെ നീളവും എക്സ് അക്ഷത്തിൽ എന്തുമാത്രം നീളം എടുത്തു എന്നുള്ളതും, വൈ അക്ഷത്തിലേക്കുള്ളത് വൈ അക്ഷത്തിൽ എന്തുമാത്രം നീളം ആ ചതുരം എടുത്തു എന്നുള്ളതും കാണിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് എന്താ? ഇവിടെ മറ്റു മൂലകളുടെ സൂചക സംഖ്യകളാണ് വേണ്ടത്. അപ്പൊ ഇത് കറക്റ്റ് മധ്യബിന്ദുവിൽ കൂടെയാ കടന്നു പോകത്തുള്ളൂ അല്ലെ. അപ്പോൾ ഇങ്ങോട്ട് താഴോട്ട് വരുമ്പം എന്തായിരിക്കും? ഇത് എക്സിന്റെ വില മാറുന്നുണ്ടോ? എക്സിന്റെ വില മാറുന്നില്ല, 3 തന്നെയാണ്. പക്ഷെ വൈയുടെ വില നേരെ, ഇത് പോസിറ്റീവാണ്. മുകളിലോട്ട് പോകുന്തോറും പോസിറ്റീവ്, വലത്തോട്ട് പോകുമ്പോഴും പോസിറ്റീവ്, താഴോട്ടും ഇടത്തോട്ടും വരുമ്പം നെഗറ്റീവ് വിലകളാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇത് -2 അല്ലേ? 3 -2 എന്ന് കിട്ടി ആണല്ലോ. അതായത് ഈ പോയിന്റ് -2 ആണ്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഈ പോയിന്റോ, ഇങ്ങോട്ട് +3 ആണെങ്കിൽ ഇങ്ങോട്ട് -3 ആയിരിക്കും. കാരണം ഇത് ചതുരമാണ്, വികരണങ്ങൾ ഇതിലേ കൂടെ കടന്നു പോകുന്നത്. അപ്പൊ ഈ പോയിന്റ് എന്തെഴുതും? എക്സിലേക്കുള്ളത് -3, വൈയിലേക്കുള്ളത് -2. ഇനി ഇവിടെ നോക്കിയാലോ, എക്സിലേക്കുള്ളത് -3, വൈയിലേക്കുള്ളത് 2. പോസിറ്റീവും നെഗറ്റീവും കൊടുക്കുന്ന മനസ്സിലായല്ലോ അല്ലെ. ഇവിടെ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണമാണ് തന്നിരിക്കുന്ന പടത്തിൽ. അതിന്റെ ഓരോ വശത്തിന്റെ നീളം 4 ആണെന്നും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടുത്തെ സൂചക സംഖ്യയും കാണണം, ഈ സൂചക സംഖ്യയും ഈ സൂചക സംഖ്യ, അതായത് 3 കോർണേഴ്സിന്റെയും സൂചക സംഖ്യകൾ കാണണം. ഇത് നമുക്കറിയാം ആധാര ബിന്ദുവാണ്, 0 0 ആണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഇവിടെ നിന്ന് 4 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ എന്താവും? 4 0 ആവും. ഇനി നമുക്കിത് ഈ പോയിന്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ നമുക്ക് വരയ്ക്കാം, ലംബം നമുക്ക് വരയ്ക്കാം. അപ്പൊ ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണം കിട്ടി അല്ലെ. ഇത് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഓരോ കോണും 60 ഡിഗ്രിയാണ്. അപ്പൊ ഈ പകുതി മാത്രം എടുക്കുമ്പോൾ ഇത് 30 ആയിക്കോളും. നമുക്കറിയാവുന്ന റേഷ്യോ ഉണ്ട്, 30 60 90
1:√3:2 ആണ്. പിന്നെ ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണമാണ്. ഓരോ വശവും 4 തന്നെയാണല്ലോ. ഇത് മുഴുവനും കൂടെ അല്ലേ 4 സെന്റിമീറ്റർ. അപ്പൊ ഇത് 4 ആണല്ലോ. 90ന്റെ ഓപ്പോസിറ്റ് 4 ആണെങ്കിൽ ഇവിടെ 2, ഇവിടെ 2√3 വരുമല്ലോ. അപ്പൊ 60ന്റെ നേരെ എതിർവശത്ത് കിടക്കുന്ന ഈ ഉയരം അഥവാ ലംബം ഹൈറ്റ് 2√3 എന്ന് കിട്ടി ആണല്ലോ. പിന്നെ 30ന്റെ എതിർവശത്ത് കിടക്കുന്ന ഈ ഒരു ചെറിയ സൈഡ് അത് 2, അത് നമുക്കറിയാം 4ന്റെ പകുതിയാണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. അല്ലെങ്കിൽ ഇതും 2 ആയല്ലോ അല്ലെ. അപ്പൊ ഈ പോയിന്റ് 2 എന്നാണല്ലോ. ഇവിടം തൊട്ട് ഇവിടം വരെ 2 ആണെങ്കിൽ നമുക്ക് ഈ പോയിന്റ് എഴുതുമ്പോൾ 2, ഇത് 2 ആണല്ലോ. ഇനി ഇതിന്റെ സൂചക സംഖ്യ അഥവാ കോർഡിനേറ്റ്സ് കാണണമെങ്കിൽ ആ പോയിന്റിൽ നിന്ന് നേരെ എക്സിലേക്ക് എത്രയാ കിടക്കുന്നത്? 2. പിന്നെ വൈയിലേക്ക് എത്രയാ കിടക്കുന്നത്? അതായത് ഈ ഉയരം തന്നെയാണല്ലോ ഈ ഉയരവും അല്ലെ. അപ്പൊ ഇതെത്രയാണ്? 2√3. അപ്പൊ ഈ പോയിന്റ് 2√3. ഇപ്പൊ 3 സൂചക സംഖ്യകളും കിട്ടിയല്ലോ. ആദ്യത്തേത് 0, 0, പിന്നെ 4, 0, പിന്നെ 2, 2√3. മനസ്സിലായല്ലോ?